രാജഋഷിയല്ല, രാജഋഷിക്കളിൽ വെച്ചിട്ട് ഒന്നാം സ്ഥാനത്തിരിക്കുന്ന രാജൻ അങ്ങ് എന്തൊരു യോഗ്യനാണെന്ന്. അങ്ങേക്ക് ഈ കൃഷ്ണകഥകളിൽ എങ്ങനെ ഇങ്ങനെ ഈ ഒരു നിഷ്ഠയോടുകൂടിയ പ്രേമഭാവം, രതിഭാവം, ഈ ഒരു സ്നേഹഭാവം ഈ കൃഷ്ണനോട് സാധിക്കണു, ഈ കൃഷ്ണകഥകളിലേക്ക് അങ്ങേക്ക് സാധിക്കണു. ഓ അത്ഭുതം എന്നല്ലേ പറയാനുള്ളൂ. ഇങ്ങനെ സായിരിക്കണം ഭക്തൻ. ഞാൻ മറ്റു പറയുകയാണ്, എനിക്ക് അങ്ങയുടെ ഈ ഒരു ശ്രദ്ധയുടെ മുന്നിൽ കൃഷ്ണകഥകൾ പറയാതെ പോകാൻ സാധിക്കില്ല. അങ്ങേക്ക് ഞാനിത് പറഞ്ഞു തന്നില്ലെങ്കിൽ പരീക്ഷത്തെ ഇനി ഇത് ആർക്ക് പറയണം? ഞാൻ അങ്ങേക്ക് ഞാൻ വെട്ടുപോളം ഈ കൃഷ്ണകഥകളെ പാടിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പരീക്ഷത്തിനോട് പറഞ്ഞു, വേറൊന്നല്ല ഞാൻ പറയാൻ കാരണം. എനിക്കറിയാം കൃഷ്ണകഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എൻ്റെ അനുഭവത്തിലൂടെ പറയാനെന്ന് തുടങ്ങും. അത് കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ കൃഷ്ണതത്വത്തിൽ നിങ്ങൾ മനസ്സുറപ്പിക്കണം. പുരുഷ സ്ത്രീം പുനാദിഹി, കേൾക്കുന്നവരും വക്താരം വൃശ്ചകം ശോധലും തുത്പാദസലിലം യഥാ, പറയുന്നവനും കേൾക്കുന്നവനും ചോദ്യം ചെയ്തിരിക്കുന്നവനും ഒക്കെ കൃഷ്ണകഥകളിലേക്ക് മനസ്സുണ്ടെങ്കിൽ, ഭഗവത് പാദത്തിലേക്ക് മനസ്സുണ്ടെങ്കിലേ അവിടെ എന്ത് സാധിക്കുള്ളൂ? കൃഷ്ണകഥകൾക്ക് പ്രയോജനമുള്ളൂ. അങ്ങയുടെ ഈ ശ്രദ്ധ ധാരാളമായിട്ടുണ്ട് എനിക്ക്. ഞാൻ അങ്ങേക്ക് കഥ പറഞ്ഞു തരാം. പണ്ട് ഭൂമിദേവിക്ക് ആസുരിക ഭാവമുള്ള മനുഷ്യന്മാരുടെ ഭാരം കൊണ്ട് സഹിക്കാൻ സാധിക്കാത്തപ്പോൾ പലതും ചെയ്ത് വീണ്ടും ഭൂമിയിൽ മനുഷ്യരായി കർമ്മവാസനകൾ ഒടുങ്ങാതെ അനവധി അസുരന്മാരും മനുഷ്യന്മാരായി ജനിച്ചിട്ടുണ്ട്. രാക്ഷസഭാവമാണ്. അങ്ങനെയുള്ള അവരെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭൂമിദേവി ഭഗവാനോട് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പരീക്ഷത്തെ ഒരു ദിവസം, എന്താ ഈ ആസുരിക ഭാവമുള്ളവർ ജനിക്കാൻ കാര്യം? ഇവര് ഭഗവാന്റെ കൈകൊണ്ട് മരണം വരിച്ചവരാണ്. ദേവാസുര യുദ്ധത്തിൽ അനവധി പ്രാവശ്യം ഭഗവാൻ തന്നെ വെട്ടിക്കൊന്നിട്ടും അത്രയും കൊടും ക്രൂരരായിട്ടുള്ള അസുരന്മാര് എന്ന് വേണം മനസ്സിലാക്കി കാണും. അന്നേരം അത് മനസ്സിലാക്കുക. അത്രയും ആ അനേക ജന്മ അർജിത പാപചോരം ഭഗവാൻ പറഞ്ഞു, ഇപ്പോൾ കൂടാൻ കഴിയും, ഞാൻ തന്നെ വീണ്ടും വരാം. ഈ പാപം സ്വീകരിക്കാൻ ആർക്കും പറ്റാത്തതുകൊണ്ട് എത്ര നമ്മളെ തിരിഞ്ഞു നോക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞാലും ഭഗവാൻ നമ്മെ പിറകത്തന്നെ വരും. ഭഗവാനാണില്ലെങ്കിൽ വിഷമം. ഇതാണ് നമ്മൾ ഉച്ചക്ക് പറഞ്ഞത്. അങ്ങനെ ഭൂമിദേവിയുടെ പ്രാർത്ഥന ക്ഷീരസാഗര ശയനനായ ഭഗവാന്റെ അടുത്ത് പോയി സ്ഥിരം ക്ഷീരവയോനിധേ. അവരുടെ രംഗം അത്ഭുതമാണ്. ആ വൈകുണ്ഠനാഥനെ കാണാൻ എല്ലാ ദേവാദികളും ബ്രഹ്മാദി ദേവന്മാരൊക്കെ ഭൂമിദേവിയുടെ വലതും ഇടതും. ഇങ്ങനൊരു സങ്കടം പറ്റിയതിൽ ക്ഷമ ഞങ്ങൾ ചോദിക്കുക. ഭൂമിയല്ലേ ഞങ്ങളെ നിലക്ക് നിർത്തുന്നത്? ഇങ്ങനെ ഇവിടെ സഹിക്കാൻ സാധിക്കും? ഇങ്ങനെ എല്ലാവർക്കും ആശയമായി മാറാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? സമ്പത്തില്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, നമുക്ക് പറ്റുന്നില്ല. ഭൂമി നിസാരല്ല. എപ്പോഴും ഓർക്കണം എന്ന് പറയാറില്ലേ, കലാഗ്രേ വസതേ ലക്ഷ്മി. അത് നിലത്ത് കുത്തുമ്പോഴേക്കും അവിടെ ഭഗവതിയെ കണ്ടോളണം. ഇത് ധർമ്മമാണ്. ഭൂമിയിൽ തോന്നിവാസം ചെയ്യണമെങ്കിൽ അധർമ്മം അതിന് പേര്. അധർമ്മികൾ ഇവിടെ വളരുമ്പോൾ ഭൂമിക്ക് അത് സഹിക്കില്ല. അതാണ് കഥ. അങ്ങനെ ഭൂമിദേവിയുടെ പ്രാർത്ഥന കേട്ട് പുരുഷസൂക്താദി മന്ത്രങ്ങളെ കൊണ്ട് ദേവന്മാർ സ്തുതിച്ചപ്പോൾ ഭഗവാനിതാ 1000 കോടി തേജസ്സോടുകൂടി വൈകുണ്ഠനാഥൻ ആ സൗന്ദര്യ തടമ്പായിട്ട് അവരുടെ മുന്നിൽ വന്നു. വളരെ സന്തോഷമായി. ആ സങ്കടവും പറയണം ഭൂമിദേവിയോട്. മുഖത്ത് നോക്കുമ്പോഴേ കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഭൂമിദേവി പറഞ്ഞതാ, ഇങ്ങനെയൊക്കെയാണ് കഥ. എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ തളർന്നു പോകും ഭഗവാനെ, എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഈ ആസുരീകതയൊന്നും ഇല്ലാണ്ടാക്കും എന്ന് പറയുമ്പോഴേക്കും ആ ഭൂമിദേവിയുടെ ദുഃഖത്തെ കണ്ട ഭഗവാൻ അപ്പം തന്നെ അവിടെ നിന്ന് പറയാൻ വേണ്ടി തുടങ്ങി, ഞാനിതാ ഭൂമിദേവി ഒട്ടും തന്നെ വിഷമിക്കേണ്ടതായിട്ടില്ല. അവിടെ ഞാനിതാ വസുദേവ ഗൃഹേ സാക്ഷാൽ ഭഗവാൻ പുരുഷപരഃ. ഭഗവാൻ പറയുന്നു, ആദിനാരായണൻ വസുദേവന്റെ വീട്ടിലേക്ക് അവതരിക്കാൻ വരുന്നുണ്ട്. ഈ അവതാര ഉദ്ദേശം തന്നെ ആസുരീകതയെ ഇല്ലാണ്ടാക്കുക.
ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക. ശ്രദ്ധിക്കുന്നില്ലേ? ഇതിനു വേണ്ടിയിട്ടാണ് ഇത് രണ്ടുമാണ്. ഇത് പഠിപ്പിക്കും പോകുമ്പോൾ. ഇതെങ്ങനെ നിലയ്ക്ക് നിർത്തണം എന്ന് പഠിപ്പിക്കാനും നിലയ്ക്ക് നിർത്താൻ പറ്റാത്തവനെ ഇവിടുന്ന് ഒഴിവാക്കാനുമാണ് ആര് വന്നിട്ടുള്ളത്. ശരിയായിട്ടുള്ളൊരു ക്ലീനിങ്ങിനെയാണ് ഞാൻ വീണ്ടും. അങ്ങനെ ഞാൻ തന്നെ പറഞ്ഞേ, പുരുഷ പ്രകൃതയെ വര, പ്രകൃതിക്കും വരനായ ഈശ്വരൻ അവതരിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് വാക്ക്. ഇന്നലെയും നമ്മൾ കേട്ടു ഇല്ലേ? പ്രകൃതിക്കും വരനായ ഈശ്വരൻ എപ്പോഴൊക്കെ അവതരിക്കും? ഏതേത് കാലത്തിൽ സ്വയംഭുവ മന്വാദികൾക്കോ ഇന്ദ്രനോ ലോകപാലന്മാർക്കോ ഇവർക്കൊന്നും ഈ ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ആര് വരും? ഭഗവാൻ. അങ്ങനെ കൃഷ്ണാവതാരത്തെ ഭഗവാൻ തന്നെ പെട്ടെന്ന് പറഞ്ഞ് ഭൂമിദേവിക്കുണ്ടായ ഒരു ആനന്ദം തുള്ളിച്ചാടിക്കൊണ്ട് ഇവിടുന്ന് പോവുകയാണ്. ചിരിച്ച് സന്തോഷിച്ചു പോവാൻ. ഇനി പരീക്ഷത്തെ അങ്ങ് ശ്രദ്ധിച്ചോളൂ, കഥ മാറുകയാണ്. ഇനി വേറൊരു സ്ഥലം ഞാൻ കാട്ടിത്തരാം, വരാൻ തയ്യാറല്ലേ ചോദിച്ചു. വരാൻ തയ്യാറല്ലേ? മനസ്സ് പോവുകയോ ചോദിച്ചു. ഇല്ല, എൻ്റെ മനസ്സ് മാറില്ല. അങ്ങ് പറയുന്ന ഓരോ അക്ഷരവും എൻ്റെ ഉള്ളിൽ കാണും എങ്കിൽ ശരി. അങ്ങനെ മധുരാപട്ടണം കണ്ടോളുമെങ്കിൽ മധുരാപുരി എന്നൊരു വലിയ കവാടം കാണുന്നില്ലേ? മധുരാപുരി എന്നുള്ള ഒരു വലിയ ദദർശദാസ്ഫടികതുംഗഗോപുര ദ്വാരാ, ദൂരേന്ന് ഇങ്ങനെ കാണും വലിയൊരു കവാലം. എന്താ അതിൻ്റെ പേര്? മിഥിലാപുരി. എന്താ അതുകൊടുത്ത പ്രത്യേകത? ഭോജരാജാവായ ഉഗ്രസേനനാണ് മിഥിലാപുരിയുടെ രാജാവ്. ഉഗ്രസേനന്റെ അനുജൻ ദേവകൻ, ദേവകന്റെ മകൾ ദേവകി, ഉഗ്രസേനന്റെ മകൻ കംസൻ. ഇങ്ങനെ ഒരാണും ഒരു പെണ്ണും ഒരേട്ടനും ഒരനിയനും. ഇതാണ് ആ രാജകുടുംബത്തിലെ പ്രധാന അംഗങ്ങൾ. ഇവിടെ ഇന്നൊരു ഗംഭീര ഉത്സവം നടക്കുകയാണ്. ഈ ഭോജരാജകുമാരിയായ ദേവകിക്ക് വിവാഹം. ശൂരസേന രാജ്യത്തെ രാജാവായ വസുദേവരുടെ രണ്ടാം വിവാഹം. അതിഗംഭീരമായ കല്യാണം. നൂറുകണക്കിനല്ല ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കൂടാൻ പറ്റുന്ന സ്ഥലമാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാ അയൽരാജ്യത്തെയും ക്ഷണിച്ച്. മധുര എന്ന് പറഞ്ഞാൽ അങ്ങനെ പണ്ടേ പട്ടണം, ആദ്യത്തെ പട്ടണം മധുര, സമ്പത്തിൻ്റെ കൊടുമുടിയാണ്. അങ്ങനെ കംസൻ അങ്ങനെ ആ മധുരാപട്ടണത്തിലുള്ള കല്യാണത്തിൽ എല്ലാവരും പങ്കെടുത്ത് വിവാഹമാണ്. പരീക്ഷത്തെ ഓർത്തോട് പറഞ്ഞു, ഓ എന്തൊരു അത്ഭുതങ്ങളാ കാണുന്നേ. ആ കാളവണ്ടികളിലൊക്കെ സ്വർണ്ണമാണോ വീഴുന്നത്? പൂവ് രത്നങ്ങളാവണം. എന്തിനീ സുന്ദരികളെ ഒരുക്കി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന വെലുവിരിയായിട്ട്? ഇവരൊക്കെ ഭർത്തൃഗ്രഹത്തിലേക്ക് ദേവകയ്ക്ക് സഹായത്തിന് കൊടുത്തു വിടുന്നവർ, ശമ്പളമൊക്കെ വിടുന്നവർ. 10,200 ദാസീനാം സുകുമാരീണാം ദ്വേഷദേ സമലംകൃതഃ. ഒന്നും രണ്ടാള് തട്ടെടുത്തിട്ടൊന്നല്ല, ഒരു 200 ആള് ഇവളുടെ പെർമനന്റ് സ്റ്റാഫായിട്ട് വിട്ടിട്ടുണ്ട്. അവിടെ പോയി താമസിക്കുമ്പോൾ സൗകര്യം ചെയ്യും, ഒന്നിനും കുറവ് വരരുത്, ഗംഭീരായിട്ട്. ആ സമയത്താണ് ആസുരീക ഭാവത്തിൻ്റെ മൂർത്തിരൂപമായിട്ടുള്ള കംസൻ, കാലനേമി എന്നുള്ള അസുരനാണ് ഇവൻ കഴിഞ്ഞ ജന്മത്തിൽ. ആ പാവം തീരാതെ കുടുംബാവിയായി ഇവിടെ ഭോജരാജാവായി വന്നിട്ടാണ്. ഇവന് ഒരു നല്ല കാര്യത്തിലും ഇടപെടാൻ പറ്റില്ല. ഇന്നിപ്പോൾ എങ്ങനെയോ വാശിക്ക് പേടിപ്പിച്ച് നിർത്തിയിട്ട് ഈ കല്യാണത്തിന് ബഹളമാക്കില്ല എന്നിട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. എങ്കിലും ഇടയ്ക്കൊക്കെ വന്ന് താലി കിട്ടുമ്പോൾ മലരൊക്കെ കൊടുക്കാനൊക്കെ വന്നതാ, വേണം എടുത്തോ എന്ന് പറഞ്ഞിട്ട്. എന്നാലും എൻ്റെ ഏട്ടാ ഒന്ന് അവസാനമായിട്ടല്ലേ, കല്യാണമല്ലേ, ഇതൊക്കെ മതി. വേണ്ട, ആ വേണ്ട, ഇല്ലെങ്കിൽ അവിടുന്ന് തന്നെ ബഹളമാക്കും. ഇത്രയേ ഉള്ളൂ. കംസന് അങ്ങനെ ഒരു തിരിച്ചറിവൊന്നുമില്ല, അത്ര ദേഹാഭിമാനം. ഈ നവവധുവിനെ ഭർത്തൃഗ്രഹത്തിലേക്ക് യാത്രയാക്കാൻ രഥത്തിൽ എല്ലാവരും കയറി. ആ വസുദേവരുടെ കൈപിടിച്ച് ഈ ദേവകി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വാദ്യമേളങ്ങൾ പെരുമ്പറ മുഴങ്ങാൻ തുടങ്ങി. രഥങ്ങളും കാലാളുകളും നടക്കുന്ന സമയത്ത് ആ രഥത്തിനെ നൂരെന്നൊരാൾ നോക്കുന്നുണ്ട്. അത് കംസൻ മട്ടുമാവിൽ നിന്ന് നോക്കുകയാണ്. അവനിങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് ഈ ആളും ബഹളമൊക്കെ കാണുമ്പോഴിവന് തോന്നി, ഇപ്പൊ പോയ ഒന്ന് ഷൈൻ ചെയ്തേക്കാൻ. ഒറ്റ ഓട്ടം. എന്നിട്ട് നേരെ നിന്റെ മുറുകെ പോയിട്ട് അവിടെ നിന്ന് നിർത്തും. സ്റ്റോപ്പ്.
ദേവകി കിട്ടുകിട്ട പുറക്കി ഇവിടെ അടുത്ത് ഗേറ്റായി. കവാടം കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടില്ല. അതാ കുട്ടിക്ക്. നാട്ടുകാരും എല്ലാവരും പേടിച്ചു. ഇവനെന്തിനാ ഇപ്പോൾ വന്ന കംസൻ? ഇതെങ്ങനെയോ സമാധാനത്തിൽ പോവില്ലേ. അടുത്ത നിമിഷം കംസൻ അവിടുന്ന് എല്ലാവരുടെ മുന്നിലും പറഞ്ഞത് എന്താ? ഞാനാണ് എൻ്റെ സഹോദരിയെ ഭർതൃഗൃഹത്തിൽ കൊണ്ടാക്കുക. ഓ, ദൈവം പറഞ്ഞേ, ദേവകിയെ ചെറുപ്പത്തിലെ ഇവര് കണ്ടുകൂടാ. അതിനെ ഇവിടെ കണ്ടാലും ഇങ്ങനെ നുള്ളിക്കൊണ്ടിരിക്കുക. ഇതാ ഇവര് ഒരു ഹോബി. അങ്ങനെ ദ്രോഹിച്ച ഇവനിപ്പോൾ പറയാണ്, ഈ ഒരു നിമിഷത്തിൽ ഞാൻ കൊണ്ടാക്കും അത്രേ. എല്ലാവർക്കും സന്തോഷമായില്ലേ? അതുവരെയുള്ള കംസനൊക്കെ മാറിയില്ലേ? ഇങ്ങനെ ഒരു ഏട്ടൻ എനിക്കുണ്ടായാൽ മതിയായിരുന്നു താലി കെട്ടുമ്പോൾ. എല്ലാ സ്ത്രീകളും ആഗ്രഹിച്ചു. അങ്ങനെ ആ രഥത്തിൻ്റെ തെരാളിയായി കയറിയ കംസൻ അടുത്ത നിമിഷം ഒരു അശരീരി കേട്ടു അത്രേ. അസ്യാദ്വാം അഷ്ടമോ ഗർഭോ ഹന്തായാം വകസേ അബുദ. ഹേ വിഡ്ഢിയായിട്ടുള്ള അവനെ, ഇവൾക്കുണ്ടാവുന്ന 8ാമത്തെ പുത്രൻ നിന്റെ അന്തകൻ എന്നൊരു അശരീരി കേട്ടു അത്രേ. അതങ്ങ് കേട്ട ഉടനെ കേട്ട പാതി കേൾക്കാത്ത പാതി കംസൻ ആ കടിഞ്ഞാണം കളക്കി. അവിടുന്ന് ഒരൊറ്റ ചാട്ടം ഇവരിയ്ക്കുന്നതിൻ്റെ ഇടയിൽ. ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. ഇവളിന്ന് കേട്ടതും നിന്നെ കൊല്ലുന്നു കേട്ടത് ആരെയാണെന്നോ ആരുടെ കുട്ടിയെന്നൊന്നും അറിയില്ല. പെട്ടെന്നിങ്ങനെ ഓർത്തപ്പോൾ അതിപ്പോൾ ഞാൻ തന്നെയല്ലേ, ഇന്ന് കല്യാണം കഴിഞ്ഞ കുട്ടിയുടെ കാര്യം ഇവളുടെ തന്നെ ആയിരിക്കില്ല ഇപ്പം ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. അതെ, ഇനി അഥവാ ഇപ്പം വന്നവരുടെ കുട്ടിയുടെ കാര്യം ഇവളുടെ. എന്നെ കൊല്ലൂ, എന്നെ കൊല്ലൂ. എന്നാ ശരിയാക്കാം, കൊല്ലൂല്ലേ. അടുത്ത നിമിഷം കംസനല്ലാണ്ട് ഇവൻ കണ്ടവനല്ല. അടുത്ത നിമിഷം ഇവൻ അവിടുന്ന് അലറാൻ വേണ്ടി തുടങ്ങി. കംസൻ മുടിക്കുത്തിലേക്ക് പിടിച്ച് അവിടുന്ന് ഗർഭപാണി കജേഗ്രഹീത് ആ വാളം മൂരിയിട്ട് അടുത്ത നിമിഷം കേൾക്കുള്ളൂ. ആ നഗരം മുഴുവനും ആ എല്ലാവരും തലയിൽ കൈ വെച്ചു. ഇവൻ നശിക്കട്ടെ. എന്തൊരു പാപിയായവൻ. ആ വസുദേവൻ ഇവനെ പേടിച്ചിട്ട് നിൽക്കുക. അയാൾ തൊഴുതുകൊണ്ട് പറഞ്ഞു, ശ്ലാഘനീയ ഗുണൈഹി ശൂരൈ. നിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അളിയൻ കൂടാ, ഇങ്ങനെ തോന്നുവാസം ചെയ്യല്ലേ. ഈ ഭോജരാജാവിൻ്റെ പുത്രനല്ലേ, നാളെ ഈ രാജ്യം ഭരിക്കേണ്ട മിടുക്കനല്ലേ. നീ നിന്റെ സഹോദരിയെ കൊല്ലുക, അതും വിവാഹം കഴിഞ്ഞ ഉടനെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് കൊല്ലുക. എന്തൊരു തെറ്റാണ് നീ ചെയ്യും. ഇവളെ എനിക്ക് വിട്ടുതരും, എൻ്റെ കാല് ഞാൻ പിടിക്കും. കുട്ടികൾ നിന്നെ കൊല്ലുന്നതാണെങ്കിൽ കംസ ഭയക്കേണ്ട, ഞാനിതാ നിനക്ക് വാക്ക് തരുള്ളൂ. ഇത്രയും ജനത്തെ സാക്ഷിയാക്കി എനിക്കും ദേവകിക്കുണ്ടാവുന്ന എല്ലാ കുട്ടികളും നിന്റെ ഭയം മാറാൻ ഞാൻ നിനക്ക് സമർപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു. ഒരു വാക്ക് കൊടുക്കാതെ ഒന്നുകൊണ്ട് അവൻ തൃപ്തിയാവില്ല എന്ന് വസുദേവർക്ക് അറിയാം. അങ്ങനെ വസുദേവന് ആ വാക്ക് കൊടുത്തപ്പോൾ കംസന്റെ പാപം മാറിയുന്നു. അവിടെ നിന്ന് ഇവർ രണ്ടുപേരെയും രഥത്തിൽ നിന്നിറക്കി തടയാൻ പോയ ഉഗ്രസേനയെ തടഞ്ഞ് അദ്ദേഹത്തെയും കൂട്ടി കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി ആദ്യം ഉഗ്രസേനയെ അടച്ചു. പിറകെ 2 കാരാഗ്രഹങ്ങളിൽ അകത്തായിട്ട് ദേവകി വസുദേവന്മാരെയും തടവറയിലുള്ളിൽ ഇട്ടു. ആ കൂരാകൂര കെട്ടിലേക്ക് ഉച്ചയ്ക്ക് മുന്നേ ഇവരെത്തി. ജീവിതത്തിൽ ഇങ്ങനെയാണ് പ്രാരാബ്ധം പിടികൂടുക. എവിടെ നിന്ന് എപ്പോഴാണ് താഴോട്ടി പോകേണ്ടി വരിക, എപ്പോഴാണ് തകർന്നു പോകാമെന്നോ ആലോചിക്കാതെ ഇവിടെ ഒരു നിമിഷവും ജീവിക്കേണ്ടെന്ന് ഭഗവാന്റെ അമ്മയോടും ഭാഗവതം കാട്ടിത്തരും. ആ ദുഃഖത്തിൻ്റെ ഇടനാഴിയിൽ കഴിഞ്ഞ ഓരോ നിമിഷവും യുഗങ്ങളാക്കിയ ദേവകിയും വസുദേവരും ഒരക്ഷരം ഇവർ ദിവസങ്ങളോളം മിണ്ടാൻ ഇവർക്ക് ധൈര്യം ഉണ്ടായില്ല, ശക്തിയില്ല. എന്താ മിണ്ടണ്ടേ? ഒന്നും മിണ്ടാനില്ല. ഭാഗവതം പറയുന്നു, ജീവിതം എന്നുള്ള ഒരു നൗകയിൽ നിങ്ങൾ പോകുമ്പോൾ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. കൈ തൊട്ടെങ്കിലേക്ക് ഉറപ്പ്. ആ സമുദ്രത്തിലൊന്ന് കൈ മുട്ടിപ്പോയിട്ട് നിങ്ങളത് തുള്ളാതെ വിടില്ല. അതിൻ്റെ അനുഭവം അത്ര രസമായിട്ട് നിങ്ങൾക്ക് തോന്നും. ആ യാത്രയിലേ തോന്നും. ആ യാത്ര കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇതിലും വൃത്തിയായിട്ട ഒരു സമുദ്രം ഞാൻ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കും. നിങ്ങളിവിടെ രക്ഷപ്പെട്ടിട്ടുള്ള ഒരു വഴിയുണ്ട്, രക്ഷപ്പെട്ടവർ മാത്രം പറയുന്ന ഒരു ഭക്തിയുണ്ട്. അതിനെ മാത്രം നിങ്ങൾ ഓർക്കുന്നു. അങ്ങനെയാണ് സംസാരത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ ഈ വസുദേവന്മാരുടെ ജീവിതം കൊണ്ട് ഗുരുവായൂരപ്പൻ പാകപ്പെടുത്തി. കാരണം എന്താ, ഇനി ദേവകിയുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്
ഈ ലോകത്തിലേക്കും ആർക്കും തന്നെ കിട്ടാത്തതായ ഒരു മഹാഭാഗ്യല്ലേ. പ്രാരബ്ധം തീരാതെ ഗുരുവായൂരപ്പനെ കിട്ടില്ല, മുഴുവനൊന്ന് തീരട്ടെ. എത്ര എത്ര ദുഃഖങ്ങൾ വരുമ്പോഴും ഈ ഗുരുവായൂരപ്പനെ അറിവുള്ളവർ ഒരിക്കലും ദുഃഖിക്കില്ല. വിപദസന്തു നശശ്വൽ തത്ര തത്ര ജഗൽ ഗുരോ. വിപത്തുക്കൾ എന്നുണ്ടാവുന്നത് ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നവർക്കാണ് നല്ലത്. അല്ലാത്തവർക്ക് ആ വിപത്ത് ഉണ്ടാവാൻ പ്രാർത്ഥിക്കണ്ട, ഉള്ളത് തന്നെ അധികമാണ്. ഗുരുവായൂരപ്പനെ ഞാൻ ആശ്രയിച്ചിട്ടേ ജീവിക്കുള്ളൂ എന്ന് ശപഥം എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ, എന്ത് ദുഃഖവും ഈ നിമിഷം മുതൽ എൻ്റെ തലയിൽ വീഴട്ടെ, എനിക്ക് വിഷമില്ല. കാരണം എന്താ, നിങ്ങൾക്ക് ആരെ കാണാൻ അറിയാം, ഭഗവാനെ ആശ്രയിക്കാൻ അറിയാം. ആ ദേവകീ വസുദേവന്മാർ ജീവിതത്തിൽ സകല ആഗ്രഹങ്ങളും ത്യജിച്ചിരിക്കുമ്പോൾ വീണ്ടും പാകപ്പെടുത്താൻ അവരുടെ ജീവിതത്തിൽ വീണ്ടും പ്രതീക്ഷയുടെ ഭാഗത്തിൽ ഈ ഭൗതിക ജീവിതത്തിൻ്റെ അത്ഭുതം വേണമെങ്കിൽ കണ്ടോളൂ. കാരാഗ്രഹത്തിൽ ഉണ്ടാവുമ്പോൾ ദുഃഖത്തിൻ്റെ ആഴക്കടലിൻ്റെ അടിത്തട്ടിലിരുന്നു കൊണ്ട് ദേവകിക്ക് അന്ധകാലത്തിൽ ഒരു ദിവസം ഒരാനന്ദം തോന്നി. അതറിഞ്ഞപ്പോൾ ദേവകി ഗർഭിണിയായി. ദുഃഖത്തിൻ്റെ കടലിൽ ഈ ഗർഭം കൊണ്ട് സന്തോഷമാണ്. ഓരോ നിമിഷവും ഈ ദുഃഖത്തിൻ്റെ ഇടയിലിരുന്നു കൊണ്ടും തനിക്കുണ്ടാവാൻ പോകുന്ന ഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് തനിക്കൊരു ഉണ്ണി ഉണ്ടാവാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞു ആ ദേവകി വല്ലാതെ സന്തോഷിക്കാൻ വീണ്ടും തുടങ്ങി. ആ ദുഃഖങ്ങളൊക്കെയും ദുഃഖമല്ലാണ്ടായി മാറി. അല്ലെങ്കിൽ ഇത്ര നേരം പറഞ്ഞതൊക്കെ തെറ്റാവില്ല. ഇത്ര നേരം ദുഃഖിച്ചെടുത്ത് ഒരു മാറ്റവും വരുത്താതെ സുഖിക്കാൻ തുടങ്ങി ദേവകി. കാരണം എന്താ, ആ പുത്രഭാവേന ബ്രഹ്മഭാവേന. പുത്രഭാവത്തിലേക്ക് ചിന്ത വരുമ്പോൾ നമുക്ക് നൈഷ്കർമ്മ്യം, ആ നൈർമല്യമാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് പുത്രസ്നേഹം എന്നുള്ളത് ആത്യന്തികമായ ഭക്തിക്ക് സമമായിട്ട് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചെയ്താൽ സാധിക്കണം. അങ്ങനെ ആ കുട്ടിയെ ഓർത്ത് ആ ദുഃഖം മാറിയ ദേവകി പ്രസവിച്ചു. കീർത്തിമാൻ എന്നുള്ളൊരു കുട്ടിയുണ്ടായി. വിവരം ഓരോ ദിവസവും പ്രസവിക്കാനാവും തോറും വസുദേവരുടെ ഉറക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. വസുദേവർ ആ കുട്ടിയെ എടുത്തപ്പോൾ മലയൂട്ടാൻ വേണ്ടി മലക്കണ്ണിൻ്റെ അടുത്തോളം ഈ കുട്ടികളെ എത്തിച്ചപ്പോൾ വസുദേവർ ഓടി വന്നിട്ട് അതിന് പിടിച്ചു വാങ്ങും. അത് ചെയ്യേണ്ടാവും. മലയൂട്ടിക്കഴിഞ്ഞാൽ ഈ ആ അമ്മയുടെ ഒരു അനുഭവം എനിക്ക് കിട്ടും. പിന്നെ ഇതിനെ ഒഴിവാക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. അഥവാ ഞാൻ ഇതിനെ കൊണ്ടുപോയാൽ പിന്നെ നീ ഉണ്ടാവില്ല. അത്രയും ദുഃഖമാണ്. ആ ദുഃഖത്തിൽ അതിനെ പിടിച്ചു വലിച്ച് പറിച്ചു കൊണ്ടുപോയി അമ്മയുടെ മാറിൽ നിന്നും നേരെ കംസന് സമർപ്പിക്കാം. കംസൻ ആ കുട്ടിയെ കണ്ടു. അതിൻ്റെ ചോര നിറം പോലും മാറാത്ത ആ ചുണ്ട് കാണുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ ആ ഒരു നൈർമല്യം എവിടെയോ ഒന്ന് തഴുകിപ്പോയി കംസൻ. കംസൻ പറഞ്ഞു, എനിക്ക് ഭയമില്ല, എന്നെ ഈ കുട്ടികൾ കൊല്ലുന്നുള്ള ഭയമില്ല. പിന്നെ ഇവൻ വളർന്നു വലുതായിട്ടല്ലേ, അപ്പോൾ ഞാൻ നോക്കാം, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ അളിയാന്ന് പറഞ്ഞു. അളിയനോ? അതെ, പോയിക്കോളൂ. കംസനെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ മനസ്സിലായിരുന്നു. കംസന്റെ വാക്കിലൊന്നും ഉറപ്പില്ല. വസുദേവന് പറഞ്ഞു, വേണ്ട, എനിക്കങ്ങനെ ആഗ്രഹമില്ലാണ്ടായി ദേവകിക്കും. നീ എന്താഴ്ച ചെയ്തോളൂ, നിന്റെ ഭയം മാറണം, അതുതന്നെയാണ്. ഞങ്ങളെ കൊണ്ട് നിനക്ക് ഭയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾക്കൊരു കുട്ടി വേണ്ട കംസ. ആ ഒരു വാക്കിൻ്റെ ശക്തി നോക്കിക്കോളൂ. തിരിച്ച് കാരാഗ്രഹത്തിലേക്ക് വിട്ടു വസുദേവർ. വേണ്ടാന്ന് പറഞ്ഞില്ല നീ. അത് കേട്ടില്ലെങ്കിൽ ദേഷ്യം വരും, പേടിച്ചു പോയി. ഓരോ അടി നടക്കുമ്പോഴും കംസന് വേണമെങ്കിൽ എടുത്തോട്ടെ എന്നുള്ള ഭാവത്തിൽ തിരിഞ്ഞു നോക്കി. ഒന്ന് പോകുമെന്ന് എന്തിനാ ടെൻഷനാവും? നിങ്ങളെ ഞാൻ റിലീസാക്കേണ്ടവർ നാട്ടിലേക്ക് വിടാൻ തുടങ്ങുകയാണ്. മാനസാന്തരപ്പെടാൻ തുടങ്ങി ആണോ? കംസൻ ഇങ്ങനെയാണ്, മനസ്സിലാക്കിക്കോളൂ. അവനവിടുന്ന് തിരിഞ്ഞിങ്ങോട്ട് നോക്കുമ്പോഴേക്കും ഇവിടെ അകത്തളത്തിൽ നാരദർ വന്നിട്ടുണ്ട്. നാരദർ ചോദിച്ചു, കല്യാണത്തിന് കൂടാൻ പറ്റിയില്ല, എന്തൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ പോണു. അല്ല, നിനക്ക് നല്ല പേരൊക്കെ കിട്ടി, വേണിയുടെ ഇടയിൽ അനിയത്തിയുടെ എന്നൊക്കെ കേട്ടല്ലോ, ഇരട്ട പേരൊക്കെ. ആ, വേണ്ടാത്തതൊക്കെ നിങ്ങൾ ആദ്യം അറിയല്ലോ നാരദരെ എന്ന് പറഞ്ഞു. അല്ല, നീ കാര്യം പറ, എന്താ ഉണ്ടായത്? ഇന്നതാ ഉണ്ടായത്. വിഡ്ഢി എന്നൊരൊച്ച കേട്ടു. എടോ, വിഡ്ഢിയാണെങ്കിൽ നീ എന്തിനാ മുകളിലോട്ട് നോക്കി? അല്ല, അങ്ങനെ അറിയാണ്ട് നോക്കിയതായിട്ട് ഒക്കെ പ്രശ്നമായത്. കുഴപ്പമില്ലാത്ത തെറ്റിദ്ധാരണ എനിക്ക് മാറി. ഞാൻ വിഡ്ഢിയെന്നല്ല. ഞാൻ അവരെ ഇന്ന് പ്രസവിച്ച ദിവസമാണ് അവരെ വളർത്താൻ വിട്ടത്. എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ മാറ്റി. ഇത് പറഞ്ഞ ഉടനെ നാരദർ പറഞ്ഞു, ഇപ്പം നിനക്ക് ഒന്നും കൂടി ഉറപ്പായില്ലേ ഇനി വിഡ്ഢിയാണെന്നുള്ളത്?
ഈ അശരീരി എന്നുള്ളത് ദേവന്മാരുടെ വാക്കാണ്. ദേവന്മാർ ചിലപ്പോൾ എട്ടാമത്തേത് ഒന്നാമതായി വരും, ഒന്നാമത്തേത് എട്ടാമതായിട്ട് വരും. നിന്നെ പോലെയുള്ള വിഡ്ഢിയല്ല. അതുകൊണ്ട് എട്ടാമത്തേതായിരിക്കും ചിലപ്പോൾ വന്നത് എന്നേ പറഞ്ഞു. അതോടുകൂടിയിട്ട് കംസൻ അവിടെ നിന്ന് ഓടി കാരാഗ്രഹത്തിലേക്ക് കയറാൻ നിന്ന ആ വസുദേവനിൽ തിരിച്ചു വിളിപ്പിച്ച് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ ആ കുട്ടിയുടെ മുഖത്ത് പോലും നോക്കാതെ കാല് രണ്ടും കുട്ടിയെന്ന് പിടിച്ചു. തല കുത്തങ്ങനെ വെച്ച് ഒരു 4 പ്രാവശ്യം കുലുക്കി, തോർത്തും കൊണ്ടൊക്കെ കുലിക്കുന്നുണ്ട്. അതോടുകൂടി അതിൻ്റെ ഉള്ള ബോധം പോയി. ആ ക്രൗര്യഭാവത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ആ കംസൻ അട്ടഹസിക്കാൻ വേണ്ടി തുടങ്ങി. ഇത്ര ശപോരെയുള്ളത് എൻ്റെ അന്തകനം അലറി വിളിച്ചതാ എങ്കിൽ കാണുന്നോളൂ എന്നുള്ള ഭാവത്തിൽ ആദ്യം ചുഴറ്റിന്നുള്ളൊരു ശബ്ദത്തിൽ പാറ കല്ലിലേക്ക് അങ്ങ് അടിച്ചു. പച്ച മാംസം ചെതറി ആ കുട്ടിയുടെ പിഞ്ചുകൾ കഷ്ണമൊക്കെ ഇങ്ങനെ തെറിച്ച് കംസന്റെ മുഖത്ത്. മതിയോ? പോരാ. ഒരു പാപം നിറക്കാൻ ഒരു വലിയ കുടവിൽ എവിടെയോ ചന്തയിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ ലേശം ഒഴിച്ചു. ഇതിപ്പോൾ എത്രയായിട്ടുണ്ട്? ഒരു 1/2 ഗ്ലാസ് മഹാഭാവം വന്നിട്ടുണ്ട്. ഇല്ല, ഇവൻ ആ കുടം നിറക്കും പാപം ചെയ്തിട്ടുണ്ട്. അന്നാണ് അവൻ്റെ മരണം. ഇതാണ് കംസൻ. ആസുരികൻ അറിഞ്ഞത് അവൻ ഇവിടെ എത്ര ജന്മുണ്ടെങ്കിലും, എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര ബുദ്ധി ഉണ്ടെങ്കിലും, എന്തുണ്ടെങ്കിലും അവൻ പാപം ചെയ്ത് കൊടും ക്രൂരനായി തീരുമെന്ന ഭാഗവതം. ഓരോന്ന് അനുഭവിക്കുമ്പോൾ ഓരോ ഗുണങ്ങൾ ചേർന്നിട്ട് തിരിച്ചറിയുമ്പോഴോ അന്ന് ഉറപ്പിക്കാൻ സാധിക്കട്ടെ, ഇതെൻ്റേതല്ല, ഗുരുവായൂരപ്പൻ്റെ മാത്രം. കൃഷ്ണ അനുകമ്പയാണ്. കൃഷ്ണന്റെ അനുകമ്പയാണ് എനിക്കൊന്ന് എഴുന്നേക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്ന തിരിച്ചറിവാണ് വേണ്ടതെങ്കിൽ കംസന് ആ കുട്ടിയെ അടിച്ചു കൊന്ന് ആ രാക്ഷസഭാവത്തിൻ്റെ കർമ്മവാസനകളിലൂടെ അടിച്ചു കൊന്ന് തീർക്കുക. അങ്ങനെ അടിച്ചു കൊന്ന ആ കംസൻ അതിനുശേഷം പിന്നീട് 6 കുട്ടികളെ ഇതുപോലെ കൊന്നു. അത് ഭാഗവതം 1-2 ശ്ലോകത്തിലാണ് പറയാം. ഇതാർക്കെങ്കിലും കേൾക്കാൻ പറ്റുമ്പോൾ ഈ സന്ധ്യാനേരത്ത് കൃഷ്ണാവതാരൻ കേൾക്കാൻ വന്നിട്ട് ഈ കൊന്ന കഥയാണോ കേൾക്കേണ്ടത്? അത് കേൾക്കാൻ പറ്റില്ല. പെട്ടെന്ന് ചുരുക്കിയത് അത് കേൾക്കണ്ട. 6 പ്രാവശ്യം കൊന്ന് ഏറെക്കുറെ ആ കെഴുത്തോളം പാപം ഇങ്ങനെ കൊണ്ട് നിറച്ചു കംസൻ. ഇവിടെ കൊണ്ട് തീർക്കും. 7ാമതായി സാക്ഷാൽ നമ്മൾ കേട്ടു, ആദിനാരായണനായ 1000 വളങ്ങളുള്ള ഭഗവാൻ സംഘർഷണമൂർത്തിയായിട്ട് ബലരാമനായിട്ട് അവതരിച്ചു. അതിന് തൊട്ട് മുന്നേ ഭഗവാൻ നിദ്രയിൽ നിന്നും എഴുന്നേറ്റു. ആ യോഗനിദ്രയിലായിട്ടുള്ള ഭഗവാൻ ഇതൊക്കെ കൂടി പദ്ധതി ചെയ്ത് മെല്ലിത കൃഷ്ണാവതാരത്തിലേക്ക് കടക്കാൻ വേണ്ടി ഭഗവാൻ എഴുന്നേൽക്കുന്നതായ ആ ഒരു രംഗം ഭഗവാൻ മെല്ലെ മനസ്സുകൊണ്ട് യോഗമായിട്ടുള്ള ആ ശക്തിയെ വിളിക്കണം. 6 കുട്ടികൾ പോയി 7ാമത്തെ ഗർഭം പൂർണ്ണമായി. സംഘർഷണമൂർത്തി ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. ആ സംഘർഷണമൂർത്തിയുടെ 7ാമത്തെ ഗർഭം പൂർത്തിയായി. 9 മാസം കഴിഞ്ഞപ്പോൾ ഭഗവാൻ നിദ്രയിൽ നിന്ന് വന്ന് അതിന് ശക്തമായ കാവലുകൾ കൂട്ടാൻ തുടങ്ങി. പ്രത്യേകം ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട്. സാധാരണ ആൾ പോലെ 6 കൊന്നതുപോലെയല്ല, ഇനി 2 ഉള്ളൂ. അതിലെന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് നിസാരപ്പെട്ടവരല്ല. പ്രലംബഗജാണൂര തൃണാവർത്തമഹാശനൈഃ മുഷ്ടികാദിഷ്ടദിവിധ പൂതനാകേശിധേനുഗൈഃ. 1-2 ആളല്ല, അതിപ്രഗത്ഭന്മാരായ കംസന്റെ കിങ്കരന്മാര് പ്രകമ്പൻ, മകൻ, ചാണൂരൻ, മുഷ്ടികൻ, ദിവിധൻ, ഭൂതന, കേശി എല്ലാം അസുരന്മാരും നിറഞ്ഞിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ. ഓരോ ദിവസം കൂടുന്തോറും ഇവർക്ക് ഉത്തരവാദിത്വം. കംസനിപ്പോൾ രാവേറും വരെ ഈ കാരാഗ്രഹത്തിൻ്റെ അടുത്തിരിക്കും. 9 മാസത്തൊക്കെ പ്രസവിക്കാം. ഇവളിപ്പോൾ 6 ഇല്ലേ. ആദ്യത്തെയൊക്കെ അയച്ചു കഴിഞ്ഞാൽ 5-10 ദിവസമൊക്കെ അങ്ങോട്ട് പോകും. അങ്ങനെ പതിവ്. ഇതങ്ങനെയല്ല. ഇത് ചിലപ്പോൾ വേഗമാവും. ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ ഇപ്പം കംസനെ കണക്കൂട്ടി. ഈ സമയത്ത് ഭഗവാൻ എഴുന്നേറ്റ് അവിടെ നിന്നും മെല്ലെ വിശ്വാത്മാ ഭഗവാൻ മെല്ലെ ആ യോഗമായിട്ടുള്ള ആ ഭഗവതിയെ മനസ്സുകൊണ്ടൊന്ന് ആശ്രയിച്ചപ്പോൾ യദൂനാം നിജനാദാനാം
യോഗമായ സമാധിശൽ. ആ യോഗമായായിട്ടുള്ള അമ്മയെ വരുത്തി അമ്മയോട് പറഞ്ഞു, ഗച്ഛദേവി വ്രജം ഭദ്രേ ഗോപഗോപിരലങ്കൃതം യദൂനാം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ അന്യാംശ്ച കംസസംവിഘ്ന വിവരേഷു വസന്തിഹി. ഇങ്ങനെ ഈ ഏഴാമത്തെ ഗർഭമായ ജ്യേഷ്ഠന്റെ സംകർഷണമൂർത്തിയുടെ ഗർഭം ആ ഗോകുലത്തിലുള്ള നന്ദഗോപരുടെ രണ്ടാമത്തെ ഭാര്യയായ രോഹിണിയുടെ വയറ്റിലേക്ക് മാറ്റണം. ഗർഭം മാറ്റിയേക്കാം, കുഴപ്പമൊന്നുമില്ല. എപ്പോഴാണ് മാറ്റേണ്ടത്? എപ്പോഴാണെന്ന് വെച്ചാൽ ഇവിടെ പ്രസവിക്കേണ്ട, അത്രയേ ഉള്ളൂ. പ്രസവം തുടങ്ങുമ്പോൾ ഇവിടുന്ന് പോയിക്കൊള്ളൂ, അത്ര നേരത്തെ കൊണ്ട. പ്രസവം തുടങ്ങിയിട്ട് പോകാൻ രാത്രിക്കോ മറ്റോ എത്തിയാൽ മതി. വെളുപ്പിന് തന്നെ അങ്ങ് പ്രസവിച്ചോട്ടെ, മൂപ്പര് അധികം വെയിറ്റ് ചെയ്യിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് സംഘർഷണൻ്റെ പ്രസവം. അടുത്തടുത്ത് വന്നു. പ്രസവ വേദന തുടങ്ങിയതോട് കൂടിയിട്ട് അർദ്ധരാത്രിയിൽ എല്ലാ അസുരന്മാരും ഒന്ന് മയങ്ങിയ സമയത്ത്, ആ കരച്ചിൽ കേൾക്കാലോ എന്ന് വിചാരിച്ച് ഉറങ്ങിയ സമയത്ത്, ആ യോഗമായ ആരും അറിയാതെ എല്ലാവരെയും യാദേവീ സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത, എല്ലാവരെയും നിദ്രയിലാഴ്ത്തി. ആ ഗർഭം എല്ലാം അവിടുന്ന് മാറി. ഒരു നിമിഷത്തിനുള്ളിൽ അത് രോഹിണിയുടെ ഗർഭത്തിൽ. രണ്ടുപേരും ഉറങ്ങുന്നത് കൊണ്ട് ദേവകിയും രോഹിണി ഉറങ്ങിട്ടില്ല. പക്ഷെ ആ ബലരാമന് ഗോകുലത്തിലെത്തി. അവിടെ വെളുക്കുമ്പോഴേക്ക് പ്രസവം. രോഹിണി ഞെട്ടിപ്പോയി. ഒരു കുഴപ്പമില്ലാതെ രാത്രി കിടന്നാളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കിതാ പ്രസവ വേദനയും. ആരെങ്കിലും ഒന്ന് വിളിക്കാന്ന് വിചാരിക്കുമ്പോഴേക്കിതാ പ്രസവവും കഴിഞ്ഞു. എല്ലായിടത്തും ഭഗവാൻ തന്നതല്ലേ, എവിടെ ഇരിക്കട്ടെ. അവരൊക്കെ ആ രീതിയിലല്ലേ, അത്ര സാധു ജനങ്ങളല്ലേ. അവരതൊരു ഭാഗ്യം തന്നെ. പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഫലമുണ്ടായി. അങ്ങനെ ഒരു മിടുമിടുക്കാൻ കുട്ടി. ഇനി ആ മായാദേവിയോട് അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, കലിയുഗത്തിൽ എന്നെ കൃഷ്ണനായി ആചരിക്കുമ്പോഴേ, എന്നെ കൃഷ്ണനായിട്ട് കാണുമ്പോഴിതാ അവതാരം ഞാൻ തുടങ്ങാൻ പോവാണ്. എൻ്റെ കൂടെ തന്നെ ഇവിടെ എല്ലായിടത്തും ഉണ്ടാവണം. എൻ്റെ സഹോദരിയായിക്കൊണ്ട് പല പല ഭാവത്തിലും പല പല രൂപത്തിലും നാമധേയാനി കുറുവന്തി സ്ഥാനാനിജ നരാഭി. നിനക്ക് ഈ ഭൂമിയിൽ മുഴുവനും നിനക്ക് മനുഷ്യന്മാർ എത്തിയിട്ടുള്ള ഓരോരിടത്തും നിന്നെ ആരാധിക്കാൻ തുടങ്ങും ക്രമേണ. ഇന്നും നമുക്ക് ഭാരതത്തിൽ കാണാൻ സാധിക്കും. പല 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 നാമങ്ങളിലായി ദുർഗേതി ഭദ്രകാളീതി വിജയ വൈഷ്ണവീ ദിജ കുമുദ ചണ്ഡികാമായ നാരായണി ഈശാനി ശാരദേതി അംബികേതിജ. വിവിധ നാമങ്ങളിൽ കാശീപുരാധീശ്വരിയായി ആരംഭിച്ച് കന്യാകുമാരിയായി അവസാനിക്കുന്നത് വരെ ഒരു ചരട് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രയോ ശക്തിപീഠങ്ങളിലായിക്കൊണ്ട് കൊടുങ്ങല്ലൂർ കൊല്ലൂരമ്മയും കോലാപുര നിവാസിനിയായിട്ടും മാടായിക്കാവിലമ്മയും മണ്ണമ്പുറത്തുകാവിലമ്മയും ചെറുകുന്നലമ്മയായും ആറ്റുകാലമ്മയായും കൊടുങ്ങല്ലൂരമ്മയായും തിരുമാന്താങ്കുന്നലമ്മയായും ഇങ്ങനെ ബന്ധപ്പെടുത്തി നിങ്ങൾ നോക്കിയാൽ ഈ ഭാരതം മുഴുവനും ശക്തിപീഠങ്ങളാൽ നിറഞ്ഞത് കാണാം. അത് ഈ ഭഗവാന്റെ അനുഗ്രഹം. അങ്ങനെ ആ യോഗമായി പ്രത്യുപകാരാർത്ഥം കലിയുഗത്തിൽ ദുഃഖിക്കുന്നവർക്ക് എന്നിലേക്ക് എളുപ്പമെത്താൻ നിന്നിലൂടെ തന്നെ ആവട്ടെ എന്ന ആ കടലായിക്കണ്ണൻ്റെ ആജ്ഞ പോലെ ഇതാ ഇന്നും ഭഗവതിമാര് മുന്നിലായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കണം. അങ്ങനെയല്ലേ ഈ നാട് കാണുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കുക. എല്ലായിടത്തും ഭഗവാന്റെ അടുത്തേക്ക് നോക്കിയിട്ടാണ്. അങ്ങനെ ആ ഭഗവത് അവതാരത്തിനുള്ള തയ്യാറെടുപ്പായി. ഒരാഗ്രഹത്തിൽ ഞെട്ടിയുണർന്നപ്പോൾ ഇവിടെ ഗർഭം കാണാതെ കിങ്കരന്മാരും വംശനും പല ഭാഗത്തോടി. അപ്പോൾ ആരോ പറഞ്ഞു അങ്ങനെ ഇല്ലാണ്ടാക്കി, അങ്ങനൊന്നുണ്ട് ഇത്ര. അപ്പോൾ കംസൻ കേട്ടു. അങ്ങനെ പോയി എന്ന് സമാധാനിച്ചെങ്കിൽ ഇനി എട്ടാമതായിട്ട് ഭഗവാൻ അവതരിക്കാൻ വേണ്ടി പോവുക. ഏതൊരു ഭഗവാൻ അടുത്ത അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാന്റെ അവതാരം. എല്ലാവരും നാമം ജപിക്കണം.
അത് പറയാനാക്കരുത്. ആ സമയത്ത് നിങ്ങളാണ് കണ്ണനെ ഒരുക്കിയിട്ടുള്ളതല്ലേ, നിങ്ങളെ കാണാനാണ് ഗുരുവായൂരപ്പൻ വരിക. സംശയിക്കേണ്ട. ആ പൊന്നുഗുരുവായൂരപ്പന് ഇവിടെയൊക്കെ ഒന്നും അതുപോലെ തന്നെ നമുക്കും തോന്നും. ആ ഒരു ഭാവത്തോടെ നമുക്ക് കൃഷ്ണകഥകളിലേക്ക് കിടക്കാം. ശ്രീ ശിവബ്രഹ്മർഷി ചിന്തിക്കണു കൃഷ്ണകഥകളെ എപ്രകാരത്തിൽ വേണം അവതാരത്തെ കുറിക്കാൻ. അങ്ങനെ ഭഗവാൻ സംഘർഷണമൂർത്തിയുടെ അവതാരത്തിന് ശേഷം ആ വസുദേവരുടെ മനസ്സിലേക്ക് ഒരു ദിവസം പ്രവേശിച്ചു. അന്ന് മുതൽ ആ കാരാഗ്രഹത്തിൽ എന്തെന്നില്ലാത്ത ഒരു പ്രകാശം കൂടുതൽ കണ്ടു. ആ പ്രകാശത്തിൻ്റെ ഇടയിൽ വസുദേവരുടെ മുഖത്തേക്ക് പോലും ഈ കംസനും കൂട്ടുകാർക്കും നോക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ ആ ദിവ്യമായ തേജസ് പിറ്റേ ദിവസം തന്നെ ആ ദേവകിയുടെ ശരീരത്തിലേക്ക് വ്യാപിച്ചു. ആ ദേവകിയുടെ ശരീരത്തിലേക്ക് വ്യാപിച്ചതായ ആ ദിവ്യപ്രകാശം അവിടുന്ന് അത്ഭുതമാവണ്ണം വർദ്ധിക്കാൻ വേണ്ടി തുടങ്ങി. അത് ഗുരുവായൂരപ്പൻ ആ മനസ്സിലും ശരീരത്തിലേക്കും വന്നതിൻ്റെ അനുഭവം. കംസനൊന്നിപ്പം ആ കാരാഗ്രഹത്തിൻ്റെ മുന്നിൽ പോകുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. എന്തോ ഈ ഒരു അവതാരത്തിൽ, ഈ ഒരു പ്രസവത്തിൽ നടക്കാൻ വേണ്ടി പോകണു എന്ന് കംസൻ പോലും പേടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴൊരു ദിവസം ആ ഗർഭം ഏറെക്കുറെ പൂർണ്ണമായപ്പോൾ ബ്രഹ്മാദിദേവന്മാര് ഭൂമിയിൽ വന്ന ബ്രഹ്മദേവനിതാ ആ ദേവകിയെ ഒന്ന് തൊഴുതു. ദേവകി തിരിച്ചു തുറന്നപ്പോൾ സത്യം വ്രതം സത്യപരം ത്രിസത്യം. ഏതൊരു ഭഗവാനാണോ ഈ ദേവകീ ദേവിയുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ബ്രഹ്മമായ ഭഗവാൻ, സത്യത്തിനും വരനായ ഈശ്വരനാണ് അങ്ങയുടെ ഉള്ളിൽ. ആ ഭാവത്തിൽ തൊഴാൻ വേണ്ടി തുടങ്ങി. 3 കാലത്തിലും സത്യനായ ഈശ്വരൻ, സത്യത്തിലും സത്യമായ ഭഗവാൻ, സത്യത്തിൻ്റെ നേത്രമായ ഭഗവാൻ, സത്യത്തിൻ്റെ ആത്മാവായ ഭഗവാൻ എന്ന് പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി. ഓരോരോ ശ്ലോകത്തിലും ആ ഭഗവാനെ ചേർത്ത് ഏതൊരു ഭഗവത് പാദത്തെ ആശ്രയിച്ചിട്ട് ഈ അവതരിക്കാൻ പോകുന്ന കൃഷ്ണാവതാര പാദഭക്തി കൊണ്ട് എത്രയോ 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 കലികൽമഷ മാലിന്യത്തിൽ സംസാരത്തിൽ മുങ്ങിത്താണിട്ടുള്ള ആൾക്കാർ ഹേ കൃഷ്ണ നിന്റെ പാദത്തിലേക്ക്, ഹേ മാധവ നിന്റെ പാദത്തിലേക്ക് എത്തിച്ചേരാനുള്ളതല്ലേ. എപ്രകാരത്തിൽ ആ പാദ ഭക്തിയാവുന്ന ഒരു തോണി കയ്യിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സംസാര സാഗരം വത്സപദം സ്മയപ്ലവ, ഒരു പശുക്കുളമ്പടിയിൽ പതിഞ്ഞ വെള്ളത്തിന് സമാനമായി മാറ്റാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഏതൊരു പൊന്നു ഗുരുവായൂരപ്പൻ്റെ കാരുണ്യാണോ ആ ഭഗവാന്റെ അനുഗ്രഹം. അങ്ങനെ ആ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഭഗവാൻ അവതാരത്തെ 10 അവതാരങ്ങളും 10,000 അവതാരങ്ങളും ഭഗവാൻ ആടിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു അവതാരം ആടുന്നില്ല എന്ന് ബ്രഹ്മദേവനോട് വന്നു പറഞ്ഞു. മത്സ്യാശ കച്ചഭവ നൃസിംഹ രാജന്യവംശദഹനേഷു കൃതാവതാരാ തുംബാസിന ത്രിഭുവനം യദാതുനേശ ഭാരം ഭോഹര യദോത്തമ വന്ദനം ദേ. ഈ പല പല അവതാരങ്ങളും പല ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതായുള്ള ഭഗവാനെ അങ്ങ് ഈ മനുഷ്യരാശിയുടെ സജ്ജനങ്ങളുടെ ഈ സംസാരസാഗരത്തിലുള്ള ഈ ജീവിതത്തെ ഒന്ന് കരകയറ്റാണെന്ന് ഒന്ന് അവതരിക്കൂ കൃഷ്ണ. വീണ്ടും 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 പ്രാർത്ഥിച്ചുകൊണ്ട് ആ ബ്രഹ്മാദിദേവന്മാര് തിരിച്ച് ആ ദേവകിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ദിഷ്ട്യംബദേ കുക്ഷികതസ്മരപുമാൻ അംശേന സാക്ഷാൽ ഭഗവാൻ ഭവായ മാഭൂൽ ഭോജപദേ മുമുക്ഷോ ഗോപ്താര യദൂനാം ഭവിതാദവാത്മജ. അങ്ങയുടെ പുത്രനായിട്ട് അവതരിക്കാൻ വേണ്ടി പോകുന്നത് സാക്ഷാൽ ആദിനാരായണനായ അനന്തമൂർത്തിയാണ്. ഈ ലോകത്തിൻ്റെ പ്രകൃതിക്കും വരനായ ഈശ്വരൻ അമ്മയുടെ വയറ്റിൽ ജനിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഭോജരാജാവിനെയും എന്നല്ല ഒരു ഭയത്തെയും അമ്മയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാദിദേവന്മാരൊക്കെ ബ്രഹ്മേശാനൗ പുരോധായ ദേവാ സുപുരം യയൗ.
മടങ്ങിപ്പോയ ശേഷം ശ്രീ ശുഖബ്രഹ്മർഷി ചിന്തിക്കണം, ഇനിയിപ്പോൾ കൃഷ്ണനെയാണ് കാട്ടിക്കൊടുക്കേണ്ടത്. ഏതൊരു നിഷ്ഠയോടുകൂടിയുള്ള ഈ കൃത്യമായ ജാതഭക്തി കൊണ്ട് ഏതൊരു പരീക്ഷത്തിൻ്റെ മുന്നിൽ ഞാനിതാ ആണോ? ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടി നിൽക്കുന്നു ഈ ഗംഗാതീരത്ത്. ഏതൊരു വാക്കിനെ കൊണ്ട് ഞാൻ ഈ കൃഷ്ണ കഥകൾ കേൾക്കുമ്പോൾ ആർക്കെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറായിരുന്നു. മറ്റു കഥകളൊക്കെ തോന്നി എനിക്ക് കുഴപ്പമില്ല, കൃഷ്ണകഥകൾക്ക് അങ്ങനെ പറ്റില്ലല്ലോ. ആ മാധുര്യത്തിൻ്റെ മധുരമായിട്ടുള്ള സൗന്ദര്യമായ തിടമ്പിനെ വർദ്ധിക്കുമ്പോഴും എങ്ങനെ സംശയം തീരും? ശ്രീ ശുഖബ്രഹ്മർഷി ചിന്തിക്കണം, ഏതൊരു വാക്കിനെ കൊണ്ട് മുന്നൂറുവായിട്ടപ്പനെ ഒന്ന് പാടിക്കൊടുക്കണം എന്ന് ചിന്തിച്ചപ്പോൾ ഈ ഒരു ഭാഷാ സൗന്ദര്യം കൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരന്വയം അധ എന്നുള്ള വാക്കാണ്. ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു, അധ സർവഗുണോപേത കാലഃ പരമശോഭന ജനജന്മർക്ഷം ശാന്തർക്ഷഗ്രഹദാരകം. അപ്രകാരം, അതായത് അങ്ങനെ തന്നെ എന്നിരുന്നാലും എന്നൊക്കെ അർത്ഥത്തിലെടുക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാലം പരമമായ ശോഭനീയമായിരിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കാൻ തുടങ്ങുന്നു. ജനനമില്ലാത്തതായ ഭഗവാൻ ജനനം സ്വീകരിക്കുമ്പോൾ പ്രകൃതി പോലും അതിന് തക്കതായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. ഗോപഗോപിരലംകൃതം, ഏതൊരു യോഗമായാണോ നനയ്ക്കുന്ന മാത്രയിൽ ഉണ്ടെന്ന തോന്നലുണ്ടാക്കി കൊടുക്കുന്നത്, ആ യോഗമായ ആ വർണ്ണാഭമായ ഗോകുലം അന്ന് നിർമ്മിച്ചു. കൃഷ്ണന് കണ്ടിട്ട് മതിയാവരുത്, കൃഷ്ണന് കണ്ടാൽ വീണ്ടും മടുപ്പ് തോന്നരുത്. അതായിരുന്നു കൃഷ്ണനാരാണ്? പ്രതിനിമിഷ നവീനായ ഭർത്രേ വിഭൂതേ. ഗുരുവായൂരപ്പനാരാ? കടലായി കണ്ണൻ ഓരോ നിമിഷം ഓരോന്ന് മാറുന്നുണ്ടല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, രാവിലെ പോയിട്ട് ഓരോ നിമിഷം ഒരു മാലയെങ്കിലും കൂടുന്നില്ലേ? നിങ്ങൾ നോക്കൂ, പെട്ടെന്ന് തോന്നില്ല. നിങ്ങൾ നോക്കുമ്പോൾ അടുത്തങ്ങ് പോകുമ്പോൾ കാണും, കാലത്ത് കണ്ട അത്ര മാലിന്നല്ലേ മൂപ്പർ. ഉച്ചയാകുമ്പോഴേക്ക് നിറഞ്ഞിങ്ങനെ രാജകീയ ഭാവത്തിലാണ്. വൈകിട്ടാവുമ്പോഴേക്ക് അതൊന്നും പോരാ, പുതിയത് വേണമെങ്കിൽ എടുത്തിട്ട് പോകാം ഇല്ലേ? വീണ്ടും നിറച്ചു. ഇപ്പൊ ഒന്ന് പോയി നോക്കിക്കോ. പ്രതിനിമിഷ നവീനായ, ഇവിടെ എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് ഓരോ നിമിഷവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ മാത്രം ഒന്ന് ഉറപ്പിച്ചിട്ട് കേൾക്കാം. അങ്ങനെ ആ ആകാശത്ത് നക്ഷത്രങ്ങളും താരാഗണങ്ങളും മേഘം പോലും എന്തെന്നില്ലാത്ത ഒരു നൈർമല്യത്തെ പ്രാപിച്ച ഒരേ ഒരു ദിവസം ഉണ്ടെങ്കിൽ എന്ന് കൃഷ്ണാവതാരം എന്ന് ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു വെച്ചു. ആ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ, ചെറിയ ചെറിയ വ്രജകുടീരങ്ങളൊക്കെ എന്തെന്നില്ലാത്ത ആനന്ദത്തിൽ അന്നത്തെ ദിവസം ഒരു മംഗളം അവരിലേക്ക് അടിച്ചങ്ങ് കൊടുക്കാൻ വേണ്ടി പോവാൻ. അതിൻ്റെയൊക്കെ ഒരു പ്രതീതി, ഒരു ശീതളിമ അവിടെ എല്ലാ സസ്യലതാദികൾക്ക് പോലും കണ്ടിട്ടുണ്ടെങ്കിൽ നദ്യപ്രസന്ന സലിലാഹൃദ ജലരുഹശ്രീഹ ദ്വിജാളി കുലസന്നാദ സ്തഭഗ വനരാജയ വവൂവായു സുഖസ്പർശ പുണ്യഗന്ധമഹശുചി അഗ്നയദ്വിജാതീനാം ശാന്ത തത്ര സമിന്ദദ. ആ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ആ കളകളാരവം മുഴക്കി ഒഴുകുന്ന ആ കാളിന്തി നദി മെല്ലെ ഒന്ന് സാവധാനത്തിൽ ഒരു അരുവി പോലെ, ഒരു നീർച്ചോല പോലെ ഇങ്ങനെ അറിയാതെ പറ്റി ഒഴുകാൻ തുടങ്ങി. സസ്യലതാദികളിൽ ഇന്ന് വരെ പുഷ്പിക്കാത്ത പുഷ്പങ്ങളൊന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള വള്ളികളിങ്ങനെ വിരിഞ്ഞിങ്ങനെ കണ്ണുകൊണ്ട് നോക്കിക്കോളൂ പരീക്ഷത്തെ. അവിടുന്ന് അത്ഭുതം കാണാതെ വിരിഞ്ഞു നീണ്ട് ആ വഴിയിലേക്ക് പുഷ്പത്തെ ഉതിർക്കാൻ പാകത്തിന് ഇങ്ങനെ തയ്യാറായി നിറഞ്ഞു നിൽക്കുന്ന ഓരോ വ്രജകുടീരങ്ങളും ആ വ്രജം മുഴുവനും. വൃന്ദാവനം എന്നുള്ള ആ കാടിന് മുഴുവൻ അന്നൊരു വല്ലാത്ത ശോഭയുണ്ടായി വന്നു.
അതിനുശേഷം ആ കാറ്റിന് പോലും എന്തെന്നില്ലാത്ത ആ ഒരു കൃഷ്ണപ്രേമത്തിൻ്റെ, കൃഷ്ണഭക്തിയുടെ, ഹരിചന്ദനത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വേണുഗാനം ആ കാറ്റിന് പോലും അന്ന് കാണാൻ സാധിച്ചു. സജ്ജനങ്ങളായി മാത്രം തിരഞ്ഞെടുത്ത് ഗോകുലത്തിൽ വന്നിട്ടുള്ളവരായതുകൊണ്ടായിരിക്കണം, സജ്ജനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഗോകുലത്തിൽ. അങ്ങനെയെങ്കിൽ ഈ സജ്ജനങ്ങളായിട്ടുള്ളവരുടെ മനസ്സിൽ അന്ന് വൈകിട്ടോടുകൂടി എന്തെന്നില്ലാത്ത ഒരു ദിവ്യാനുഭൂതി, ഇങ്ങനെ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകും എന്നുള്ള പ്രകർഷേണയുള്ള ആനന്ദം അവർക്കൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. മനാംസ്യാസൽ പ്രസന്നാനി സാധൂനാമസുരദ്രോഹാം ജായമാനേ അജനേ തസ്മിൻ നേതുർദുന്ദുഭയോ ദിവി. ആ സജ്ജനങ്ങളായിട്ടുള്ളവരുടെ മനസ്സൊക്കെ അന്ന് രാത്രിയോടുകൂടി എന്തെന്നില്ലാത്ത ആനന്ദത്തിന് കാരണം ഭാഗവതം പറഞ്ഞു. ഇവിടെ ജനനമില്ലാത്തതായ ഭഗവാൻ ജനിക്കാൻ പോണോ സജ്ജനങ്ങളെ. ഭഗവാനിതാ അതിനു മുന്നേ തന്നെ തൻ്റെ പ്രേമത്തെ, ആ കൃഷ്ണ തത്വമാകുന്ന അതിൻ്റെ ഒരു തെളിവാകുന്ന വേണുഗാനത്തെ ആ വൃന്ദാവനത്തിലേക്കും ഗോകുലത്തിലേക്കും ഇങ്ങനെ പൊഴിച്ചുകൊണ്ട് സാധിക്കുമ്പോൾ ജഗോക്കിന്നരഗന്ധർവാ തുഷ്ടോ സിദ്ധചാരണ വിദ്യാധര്യശ്ച നൃദു അപ്സരോപി സമം ദദാ മുമുജുർമുനയോ ദേവാ സുമനാംസി മുദന്നിദാ. ആ വനത്തിനകത്ത് താമസിക്കുന്ന മഹർഷീശ്വരന്മാരുടെയൊക്കെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ഒരാനന്ദം കുടികൊള്ളാൻ വേണ്ടി തുടങ്ങി. ആ വൃന്ദാവനത്തിൽ താമസിക്കുന്ന ഓരോ സജ്ജനങ്ങളുടെ ഹൃദയത്തിലും ആകാശത്തു നിന്ന് ഗന്ധർവന്മാരും കിന്നരന്മാരും പെരുമ്പുഴമുഴക്കുന്നതായ ആ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഗോകുലത്തിലേക്ക് വേണുഗാനം മെല്ലെ മെല്ലെ ഒഴുകി ഒഴുകി ഒത്തുന്ന ഒരു സന്ദർഭത്തിൽ ഭഗവാൻ ആകാശത്ത് വർഷങ്ങളിലായിട്ട് മേഘങ്ങളിലൂടെ തൻ്റെ കാരുണ്യം ആ വൃന്ദാവനത്തെയും ഗോകുലത്തെയും ഈ ഒരു നിമിഷം ഈ കടലായി കണ്ണൻ്റെ ഉള്ളിലും ആ ഒരു ചിന്ത കൊണ്ടും നമ്മുടെ മനസ്സിനൊരു നൈർമല്യം വരാനും ശുദ്ധതയ്ക്കും ഗുരുവായൂരപ്പനും നോക്കും. ആ ഭഗവാൻ ഒരു മഴ പോലെ, ഒരു പുണ്യാകം പോലെ ആ ഗോകുലത്തിൽ എല്ലായിടത്തും പെയ്തിറങ്ങി. അടുത്ത നിമിഷം കിഴക്കൻ ചക്രവാളത്തിൽ ഓരോരുത്തരും കാത്തിരിക്കണം. പെരുമ്പഴമുറക്കി, പുഷ്പങ്ങൾ കൊട്ടകളിലാക്കി, ആടെ ആഭരണങ്ങൾ കരുതിയിട്ടുണ്ട്. മയിലുകൾ ഇങ്ങനെ പീലി വിരിച്ചിരിക്കണോ ഈ അർദ്ധരാത്രി സമയത്തെങ്കിൽ എൻ്റെ നാഥനിതാ വരാൻ വേണ്ടി പോകും. ഏതൊരു ഭഗവാനാണോ ഇനി ശ്യാമമേഖല കോമളവർണ്ണനായിക്കൊണ്ട് ബർഹാപീഠം ഈ ലോകത്തെ മുഴുവനും ഇനി വേണുഗാനത്തിൽ മുഴുക്കാനുള്ള ഗുരുനാഥൻ പൊന്നുഗുരുവായൂരപ്പനിതാ അവതരിക്കാൻ വേണ്ടി പോകും. അടുത്ത ശ്ലോകം കഴിഞ്ഞാൽ പിന്നീട് ഭഗവാന്റെ അവതാരാണ്. നിശീതമഗുദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയാ ആവിനാസില്യതാ പ്രാച്യാം ദിശീന്ദിരിവ പുഷ്കലാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം
ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഉറക്കെ ജപിക്കൂ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഉറക്കെ കൈയടിക്കും. നിങ്ങളൊന്ന് ഉറക്കെ ജപിക്കും. എത്ര പേര് നിങ്ങളുണ്ട്? ശബ്ദം കൂടട്ടെ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. 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 കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. തമദ്ഭുതം ബാലകമംബുജക്ഷണം. ചതുർഭുജം ശംഖഗദായുധായുധം. ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം. പീതാംബരം സാന്ദ്രപയോദസൗഭഗം. മദാർഘവൈഢൂര്യം കിരീടകുണ്ഡലത്തിഷാ. പരിശ്രുതസഹസ്രകുണ്ഡലം ഉദ്ദാമകാഞ്ജംഗദ കങ്കണാദിഭിः വിരോചമാനം. വസുദേവ ഐക്ഷത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭഗവാൻ ശംഖചക്ര കഥാപത്മത്തെ ധരിച്ച് കിഴക്കൻ ചക്രവാളത്തിൽ പരിപൂർണ സൂര്യോദയം ചന്ദ്രോദയം പോലെ ഭഗവാൻ ആ ദേവകീകരൂപത്തിൽ നിന്നും ആ കടലായപ്പൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കായിക്കൊണ്ടിതാ കൃഷ്ണാവതാരം നമുക്ക് കാട്ടിത്തരുന്നു. അങ്ങനെ ഭഗവാൻ പച്ചപ്പട്ടുടയാട് ചാർത്തി മയിൽപ്പീലി ചാർത്തി പൊന്നോടെ കുടലണിഞ്ഞ് കടകവളവളും അരഞ്ഞാണവും കാൽച്ചിലും പൊമ്മണിഞ്ഞ് ആ വസുദേവരാജ്ഞയെ കണ്ടു. എന്തൊരു ഭാഗ്യം ചെയ്തിരിക്കുന്നു. അങ്ങനെ വസുദേവരാ ഭഗവാനെ കണ്ട് പിന്നീട് ദേവകിയാ വസുദേവ ഭഗവാനെ കണ്ട് നമസ്കരിച്ചു. ശംഖചക്ര കഥാപത്മധാരിയായ ഭഗവാനെ കണ്ട് അത്ഭുതപ്പെട്ടു. ഇതാണ് ദേവകി ഇപ്പോൾ പ്രസവിച്ചത്. വീണ്ടും ആ അത്ഭുതങ്ങളായ രൂപത്തെ കണ്ട് സ്തുതിച്ചപ്പോഴൊരു അശരീരി വീണ്ടും ഉണ്ടായി. നിങ്ങളിതാ 3 ജന്മങ്ങളിലായി എൻ്റെ അച്ഛനമ്മമാരായിട്ടിരിക്കണം. പ്രശ്നീസുതവസ് എന്നുള്ള രംഗത്തിലും അതിഥി കശ്യപന്മാരായിട്ടിരിക്കുമ്പോഴും നിങ്ങളെൻ്റെ അച്ഛനമ്മമാരായിരുന്നു. ഈ ജന്മത്തിൽ നിങ്ങൾക്ക് പരമമായ മോക്ഷം കിട്ടും. അതിന് പുത്രഭാവത്തിലും ബ്രഹ്മഭാവത്തിലും എന്നെ കാണാനാണ് ഞാനിതാ കൃഷ്ണനായിട്ട് അവതരിച്ചിട്ടുള്ളത്. എന്നെ ഭഗവാനായിട്ട് കാണുന്നതോടൊപ്പം ആരുകൂടിയായിട്ട് കാണാം, എന്നെ നിങ്ങളുടെ പുത്രനായി കണ്ട് നടക്കുന്നു. അങ്ങനെ ആ രൂപത്തേക്കൊന്ന് മാറ്റിയാലല്ലേ എനിക്ക് ശംഖചക്രപത്മങ്ങളെ കണ്ടു കഴിഞ്ഞാൽ
എങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കാനല്ലാതെ സ്തുതിക്കാൻ സാധിക്കുക? കുട്ടിയെ എന്നുള്ള ഭാവം എങ്ങനെ വരും എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പൊടുന്നനെ ആ രൂപം മാറ്റി. ഇന്ദ്രനീലമണിവർണ്ണം പൂണ്ടു ലക്ഷ്മി വക്ഷസീനായി സാന്ദ്രമോദം വീളങ്ങുമാ കല്ല